ഇന്നൊരു വാർത്ത ഉണ്ടായിരുന്നു പത്രത്തിൽ. ആലപ്പുഴ ജില്ലയിൽ ആണ്, ചേർത്തലയിലാണ് സംഭവം. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്. അതിനിടയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട്. ഇത് തുണി കൊണ്ടാണ് കഴുത്ത് ഞെരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ അയാൾ അല്ലാതെ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിക്കുക. അങ്ങനെ സംസ്കാരം വരെ എത്ര മണിക്കാന്ന് തീരുമാനിച്ചിട്ട് ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കംപ്ലൈൻ്റായിട്ട് പറയുകയായിരുന്നു, സംശയമുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ ഇട്ടു. അപ്പോൾ ലാസ്റ്റ് അയാൾ സമ്മതിച്ചു. അവർ തമ്മിൽ വഴക്കുണ്ടായപ്പം അയാൾ അങ്ങനെ ചെയ്തതാണ്. ഇതിലെ പ്രത്യേകതയെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒറ്റ കാര്യമാണ്, രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹമാണ്. അതായത് 8 വർഷം മുമ്പാണ് അവർ വിവാഹം കഴിച്ചത്. അവർക്ക് സ്ത്രീക്ക് 58 അയാൾക്ക് 68 വയസ്സാണ്. അത് 50-60 വയസ്സുള്ളപ്പോഴാണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. രണ്ടുപേരും രണ്ടാമത്തെ വിവാഹമാണ്. ഇന്നത്തെ കാലത്ത് രണ്ടാമതൊരു വിവാഹം എന്ന് പറയുന്നത് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. ചിലർ മൂന്നാമതും വിവാഹം കഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം. പക്ഷേ ഒന്നാമത്തെ വിവാഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് വിവാഹമോചനം നേടിയതെങ്കിൽ, അതായത് യഥാർത്ഥത്തിൽ എപ്പോഴും പ്രശ്നമായി നിൽക്കുന്ന ഒറ്റ ഒരു കാര്യമെന്ന് പറയുന്നത് ഈഗോയുടെ അങ്ങേയറ്റമാണ്. അതായത് ഭാര്യ പറയുന്നത് ശരിയാണെന്ന് ഭാര്യ വിശ്വസിക്കും, ഭർത്താവ് പറയുന്നത് ശരിയാണെന്ന് ഭർത്താവും വിശ്വസിക്കും. രണ്ടുപേർക്കും വിട്ടുവീഴ്ച മനോഭാവമില്ല. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന കടുംപിടുത്തം മൂലം അത് രണ്ടു പേർക്കും ഉണ്ടാകും. ആ ഒരു കടുംപിടുത്തം മൂലമാണ് മിക്കയിടത്തും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാമതൊരു വിവാഹത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും നേരിട്ട അതേ പ്രശ്നമായിരിക്കും അവരുടെ ആദ്യത്തെ വിവാഹത്തിൽ നേരിട്ടതെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവർ രണ്ടുപേരും ഓരോരുത്തരെ വിവാഹം കഴിച്ചതാണല്ലോ ആദ്യത്തെ വിവാഹത്തിൽ. അപ്പം തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ആ സ്ത്രീയും പുരുഷനും എങ്ങനെയാണ്, പുരുഷനെ സംബന്ധിച്ച് നമുക്കറിയില്ല, പക്ഷെ ആ സ്ത്രീക്ക് ഒരു വാശിയുള്ള സ്വഭാവമായിരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ പുരുഷൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പുരുഷൻ ആ ഒരു സ്വഭാവത്തിനുടമയായിരിക്കാം, പിടിവാശി. അപ്പോൾ അതേ രണ്ട് സ്വഭാവവും ഒരേപോലെ, രണ്ടു പേർക്കും ഒരേ സ്വഭാവമാണ്, രണ്ടുപേർക്കും വാശി. ആ വാശി മൂലമാകാം ഇപ്പോൾ ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ പറയും കുറച്ചൊക്കെ വിട്ടുവീഴ്ച. ഇത് ആദ്യമേ നമ്മൾ കരുതേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാവരും മനുഷ്യർ മാത്രമാണ്. ആർക്കും ദൈവം പ്രത്യേകിച്ച് ഒന്നും ഒരു കഴിവും തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ സ്വന്തം ആൾക്കാരാണ്, മറ്റുള്ളവർ ദൈവത്തിന് അകന്ന് നിൽക്കുന്ന അങ്ങനെയൊന്നും. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, എല്ലാവരിലും ഈശ്വരൻ്റെ അംശം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മറക്കാനേ പാടില്ല. ഇതിൽ പറയുന്നതിലെ പോലെ, ഭാഗവത്തിൽ പറയുന്നത് പോലെ, കോപം കൊണ്ട് ആരെയും ശപിക്കരുത്. കാരണം എല്ലാവരിലും ഭഗവാന്റെ ആ ചൈതന്യം നിലനിൽക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക. ഇപ്പം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നവർ ചിന്തിക്കുക, പറയുന്നവരെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യരാണ് ഈ കേൾക്കുന്ന ആളും, അല്ലേ? അപ്പം പരസ്പരം ഒരു ബഹുമാനം വേണം, അതാദ്യം വേണം. നിങ്ങൾ കാശുള്ളവരോ കാശില്ലാത്തവരോ, ജോലിയുള്ളവരോ ജോലിയില്ലാത്തവരോ എന്തുമായിക്കൊള്ളട്ടെ, മരുമകളോ അമ്മായിയമ്മയോ അച്ഛനോ അമ്മയോ മരുമകനോ അമ്മായിയപ്പനോ ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, അവിടെ ആദ്യം വേണ്ട ഒറ്റ ഒരു കാര്യമാണ് ബഹുമാനം. അത് പ്രായത്തിൽ മൂത്തവരായാലും ഇളയ ആളുകളായാലും ഒരു വ്യക്തിയാണ്, അവരെ ബഹുമാനിക്കണം. ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. മിക്കവാറും ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ ബഹുമാനിക്കണം എല്ലാവരും, തിരിച്ചു പക്ഷേ ഞാൻ ബഹുമാനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു ക്യാരക്ടറാണ് മിക്കവർക്കും ഉള്ളത്. എല്ലാവരും എന്നെ ഇങ്ങനെ ബഹുമാനിക്കണം, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം. നേരെ തിരിച്ച് ഞാൻ പക്ഷേ എല്ലാവരെയും ബഹുമാനിക്കത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ എല്ലാവരെയും പറയും. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്തു തരും, ഇല്ലെങ്കിൽ വേണ്ട.
ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആരുടെയും കൂടെ ജീവിക്കാൻ പറ്റില്ല, ആരുടെയും കൂടെ. അതൊരു കാര്യം ഉറപ്പാണ്. കാരണം എത്ര സഹിക്കുന്ന ആളാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യനോടാണെങ്കിൽ നമ്മൾ സഹിച്ച് ലാസ്റ്റ് നമ്മളൊരു പൊട്ടിത്തെറി ഉണ്ടാകും. പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നാളത്തെ ആ പ്രഷറാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പൊട്ടിത്തെറിക്കുമ്പോഴെന്താണ്, അത് വലിയ പ്രശ്നമാവും. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളുടെ ഫലമായിരിക്കും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ. ഇതുപോലെ തന്നെ ആയിരിക്കും ഈ കൊലപാതകം നടക്കുന്നിടത്തെല്ലാം സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ആ മനസ്സിൽ തിങ്ങി വച്ചിരിക്കുന്ന ആ പ്രഷറിനെ നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് പുറത്തേക്ക് വിടുകയാണ്. അതിൻ്റെ ഫലമാണ് ഈ വഴക്കിൻ്റെ അങ്ങേയറ്റം വന്നിട്ട് ഇനി ഇവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും പറഞ്ഞാൽ ഇവന് ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. ആ വാശി, ആ ദേഷ്യം തീർക്കുകയാണ്. നമുക്കൊക്കെ ചിലർ തല്ലുന്നതൊക്കെ കണ്ടിട്ടില്ല. തല്ലുന്നതൊക്കെ ആ ദേഷ്യത്തിൻ്റെ ഭാഗമാണ്, ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഉള്ളിലുള്ള ആ ദേഷ്യം തല്ലി തീർക്കുക, അല്ലെങ്കിൽ ചീത്ത പറയുക. ഇപ്പം കൊല്ലുക എന്ന് പറയുന്നത് അതും ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് അല്ലേ? നമ്മളെപ്പോഴും പറയും ഒരാൾക്ക് വിട്ടുവീഴ്ച ഉണ്ടാവണം, ഭാര്യ കുറേയൊക്കെ എല്ലാം സഹിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് കുറച്ചൊക്കെ എല്ലാം സഹിക്കണം. എപ്പോഴും പറയുന്നത് ഭാര്യ സഹിക്കണം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല കാലഘട്ടം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കും. ഇപ്പോൾ ഇവിടെ കണ്ട 68 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, രണ്ടാമത് വിവാഹം കഴിച്ചു, അവർക്ക് 58 വയസ്സ്, അവരെ രണ്ടാമത്തെ വിവാഹമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു ഇല്ലേ? അപ്പോൾ ഇതാണ് വേണ്ട. എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഓരോ തീരുമാനങ്ങൾ പലപ്പോഴും വൈകി വരുമ്പോഴത്തേക്ക് അത് തെറ്റാണെന്ന് തോന്നും. ഇവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ എനിക്ക് പറയാം. കാരണം അവർ രണ്ടുപേരും ഒരു ജീവിതം വേണ്ടാന്ന് വെച്ചു. ഒരു പക്ഷേ അന്ന് അവർ ആ ജീവിതം വേണ്ടാന്ന് വെക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ വിവാഹബന്ധം വേർപെടുത്താതെ രണ്ടന്യരെ പോലെ ഒരു വീട്ടിൽ ജീവിക്കാം. അല്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം. നമ്മളൊരു വിവാഹം എല്ലാവർക്കും ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകാൻ തുടങ്ങും, നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, ഒരു താങ്ങും തണലും ആവശ്യമാണ് എന്നത്. പക്ഷേ ആ ഒരു ചിന്താഗതിയായിട്ട് ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി വളരെ മോശം സ്വഭാവത്തിനുടമയാണെങ്കിൽ തീർന്നില്ലേ, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആ സ്ത്രീ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തു, പക്ഷേ തെറ്റായിപ്പോയി. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അയാൾക്ക് അയാളുടെ മുന്നോട്ടുള്ള ജീവിതവും നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും നേട്ടം ഉണ്ടായോ? നേട്ടം ആർക്കും ഉണ്ടായില്ല. രണ്ടുപേർക്കും ജീവിതം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇനിയിപ്പം ഈ 68 വയസ്സുള്ള മനുഷ്യൻ ഇനിയിപ്പം അയാൾ കസ്റ്റഡിയിലേക്ക് പോവും, ചോദ്യം ചെയ്യലും കാര്യങ്ങളും തെളിവെടുപ്പും മറ്റുമായിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് അയാളെ ഇപ്പോൾ നേരെ റിമാൻഡ് ചെയ്യുമല്ലോ. പിന്നെ അവിടെ നിന്ന് കസ്റ്റഡി വാങ്ങിച്ച് അതാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് നേരെ ഏതായാലും ജാമ്യത്തിൻ്റെ കാര്യം കണക്കായിരിക്കാം, ജാമ്യം കിട്ടാനുള്ള ചാൻസ്. അപ്പം അത് നേരെ ജയിലിലേക്ക് പോവും. പിന്നെ കേസ്, അതിൻ്റെ കാര്യങ്ങൾ അല്ലേ, കുറ്റപത്രം അത് എത്രയും പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ 90 ദിവസം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവിക ജാമ്യത്തിനുള്ള ഇതുണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാ കേസിലും ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതി എന്ന് പറയുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും കോടതി ജാമ്യം കൊടുക്കുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വർഷങ്ങൾ പിടിക്കും. അപ്പോഴത്തേക്കും കേസിന് വിധി വരും. വിധി വരുമ്പോഴത്തേക്കും അയാൾക്ക് ശിക്ഷയാണെങ്കിൽ നേരെ വീണ്ടും ജയിലിലേക്ക് പോവാം. പിന്നെ എന്തിനും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം അല്ലേ? ഇപ്പം അയാൾക്ക് നല്ലൊരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അപ്പം അയാളിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയാലും സമൂഹം അയാളെ ഇനി അംഗീകരിക്കുമോ? കൊലയാളി എപ്പോഴും കൊലയാളി തന്നെയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ചിലപ്പം
ഒരു മനസാക്ഷി തോന്നി എല്ലാവരും ഒറ്റപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും കൂടെ നിന്നാലായി. ആദ്യത്തേതിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. എന്തായാലും ഇത് നഷ്ടം തന്നെയാണ്. വെറുതെ രണ്ടുപേരും നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു, പക്ഷെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോയി. അപ്പോൾ എന്തിനാണ് അങ്ങനൊരു ജീവിതം അല്ലേ? പറ്റിയില്ലെങ്കിൽ അത് അവിടം വെച്ച് വീണ്ടും നമ്മൾ രണ്ടാമതൊരു ജീവിതം ഉണ്ടായി. അവിടെയും നമുക്ക് ഇതിനപ്പുറം ഇതുപോലുള്ള കൊലപാതകം ഉണ്ടാകുന്ന സാഹചര്യം വരുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവിടം വിട്ട് പോരുക. ഒരു കൂട്ടുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം നമുക്ക് ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, നമ്മുടെ കാര്യങ്ങൾ നടക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ പ്രായമായില്ലേ, നമുക്ക് മറ്റൊരു മാർഗ്ഗം സ്വീകരിക്കുക. നമ്മളുടെ ആത്മീയതയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മനസ്സും നന്നായിട്ട് ശാന്തമാകും. ആ രീതിയിലേക്ക് പോകാം. അങ്ങനെയും സന്യാസ മാർഗത്തിലൂടെ ഒക്കെ സഞ്ചരിക്കാം. അല്ലാതെ അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം, നമുക്ക് അത്രയും നാളത്തെ നമ്മളുടെ ആ ഒരു ദേഷ്യങ്ങളെല്ലാം മാറി മാറി നമ്മൾ വേറൊരു മനുഷ്യനായി മാറും. അപ്പോൾ ആ മാർഗവും ചിന്തിക്കാം. പക്ഷെ എന്തായാലും 2 ജീവിതങ്ങൾ എന്നേക്കുമായി വേറെ വഴിയിലായിപ്പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയല്ലേ?